ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഒരു അമേരിക്കൻ സൈനികനായ മുൻ ഉദ്യോഗസ്ഥൻ ഹിസ്ബുള്ളയിൽ ചേരുവാൻ ശ്രമിച്ചു എന്നും അങ്ങനെ ഹിസ്ബുള്ളയിൽ ചേർന്ന് ഈ ജൂതന്മാരെ കൊല്ലുവാനുള്ള പദ്ധതിയായിരുന്നു അമേരിക്കയിലെ പെൻസിൽവാനിയക്കാരനായ ഇദ്ദേഹത്തിനുള്ളതെന്നുമാണ് അമേരിക്കൻ നിയമവിഭാഗം ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തയിൽ പറയുന്നത്. അദ്ദേഹത്തെ ഡിസംബർ 6-ന് ചിക്കാഗോയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ജൂയിഷ് പീപ്പിളിനെതിരെ, ജൂതന്മാർക്കെതിരെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും സോഷ്യൽ മീഡിയയിൽ ജൂതന്മാരെ അവഹേളിച്ചുകൊണ്ടും അവരെ കൊല്ലണമെന്നും കൊല്ലുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ നടത്തിയിരുന്നെന്നാണ് ഇപ്പോൾ നിയമവിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹം 2024-ൽ ഹിസ്ബുള്ളയിൽ ചേരുവാൻ വേണ്ടി മാത്രം ലെബനാനിലേക്കും അതുപോലെ സിറിയയിലേക്കും യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹം ഇത് മറച്ചു വെക്കുവാൻ വേണ്ടി കള്ളം പറഞ്ഞെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഏതായാലും ഇദ്ദേഹം ഒരു തികഞ്ഞ തീവ്രവാദിയാണെന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഒരു അമേരിക്കൻ സൈനികൻ എത്തരത്തിലാണ് ഇങ്ങനെ തോന്നാനുണ്ടായ കാരണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജൂതന്മാരെ കൊന്നു തള്ളുക എന്നുള്ളത് മാത്രമാണ്. ഇദ്ദേഹത്തിന് വേറെ ഒരു ഉദ്ദേശവുമില്ല. ഒരുപക്ഷെ ഹിസ്ബുള്ളക്ക് പോലും ഇത്തരത്തിലൊരു ഉദ്ദേശം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരാളെ കൊല്ലുവാൻ വേണ്ടിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൊന്നു തള്ളാൻ വേണ്ടിയോ ഉണ്ടാക്കിയതല്ല ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ സംഘടന, ഈ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. നമുക്കറിയാം 1982-ൽ ലെബനാനും ഈ ഇസ്രയേലും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അതായത് സൗത്തേൺ ലെബനാനിൻ്റെ ഒരു വലിയൊരു ഭാഗം ഈ ഇസ്രയേൽ കൈയടക്കുകയും ലെബനാനിൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കുവാൻ വേണ്ടി ഇസ്രയേൽ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അത് ലെബനാന്റെ ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഹിസ്ബുള്ള എന്നൊരു സംഘടന ലെബനാനിൽ ഫോം ചെയ്തത്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലും ഹിസ്ബുള്ള ഒരു ടെറർ ഗ്രൂപ്പായി, ഒരു തീവ്രവാദ ഗ്രൂപ്പായി ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ ചില രാഷ്ട്രങ്ങളും ഹിസ്ബുള്ളയെ തീവ്രവാദ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള കാരണം നമുക്കറിയാം. കാരണം ഹിസ്ബുള്ള ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുന്നത് ഇസ്രയേലുമായാണ്. അമേരിക്കയുടെ ഉറ്റ ചങ്ങാത്തമുള്ള ഇസ്രയേലിനെതിരെ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായി അവർക്ക് എതിരെ അവരെ ബുദ്ധിമുട്ടിക്കുന്നവരെയൊക്കെ തീവ്രവാദികളാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു ശൈലിയാണ്. പക്ഷേ ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയല്ല. കാരണം നമുക്കത് കൃത്യമായി പറയാം, ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് വരെ ഹിസ്ബുള്ളയെ ഒരു തീവ്രവാദ സംഘടനയായി ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലെബനാനിനെ ആക്രമിക്കാതിരിക്കുക, അതുപോലെ ലെബനാനിന്റെ പ്രദേശങ്ങൾ കൈയടക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ലെബനാനിന്റെ അന്ന് ഇസ്രയേൽ കൈയടക്കി വെച്ചിരിക്കുന്ന ജോലാൻ കുന്നിൻ്റെയൊക്കെ ഭാഗങ്ങൾ ഹിസ്ബുള്ള പിന്നീട് യുദ്ധം ചെയ്ത് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ വിജയം. പലപ്പോഴും പല രാഷ്ട്രങ്ങൾ പോലും ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത് വിജയം കൈവരിച്ചിട്ടില്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ വിജയം എന്ന് പറയുന്നത് ഇസ്രയേൽ കൈയടക്കി വെച്ച ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ഇസ്രയേലിനെ ആ ഒരു രീതിയിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഹിസ്ബുള്ളയുടെ വിജയം എന്ന് പറയുന്നത്. ഏതായാലും ഹിസ്ബുള്ളക്ക് പോലും ജൂതന്മാരെ ഒന്നായി കൊന്നൊടുക്കി കളയണമെന്നോ ജൂതന്മാരെ ഇല്ലാതാക്കി കളയണമെന്നോ എന്നുള്ള ഉദ്ദേശങ്ങളൊന്നും ഹിസ്ബുള്ളക്കില്ല. ഹിസ്ബുള്ളയുടെ ഉദ്ദേശം ലെബനാനിന്റെ പ്രദേശങ്ങൾ കൈയടക്കുവാൻ പാടില്ല, അത് ലെബനാനിന്റെ ഭൂമിയാണ് എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഈ മുൻ അമേരിക്കൻ സൈനികന്, അതായത് 2019 വരെ അമേരിക്കൻ സേനയിൽ വർക്ക് ചെയ്ത ഈ ജാക്ക് ഡാൻഹർ മൊളോയ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജൂയിഷ് പീപ്പിളിനെ തിരഞ്ഞുപിടിച്ച് കൊന്നു തള്ളുക എന്നുള്ളതാണ്. ഇങ്ങനെ ജൂതന്മാരെ കൊന്നു തള്ളാൻ വേണ്ടി മാത്രം ഇദ്ദേഹം ഹിസ്ബുള്ളയിൽ ചേരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തോട് ഇദ്ദേഹം സ്വകാര്യ നിമിഷത്തിൽ പങ്കുവെച്ചത്, ഇനി എൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഹിസ്ബുള്ളയിൽ ചേരുകയും എന്നിട്ട് ജൂതന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കി കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു ട്രെയിൻഡ്
ഫോഴ്സിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അമേരിക്കൻ സേന എന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ശക്തിയുള്ള സേനയിൽപ്പെട്ട ഒരു സേനയാണ് അമേരിക്കൻ സേന. ഹൈലി ട്രെയിൻഡ് ഫോഴ്സ് ആണ് അമേരിക്കൻ സേനയിൽ ഉണ്ടാവുന്ന ഓരോ വ്യക്തികളും എന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ട്രെയിൻഡ് ആയ ഇദ്ദേഹം ഹിസ്ബുള്ളയിലേക്ക് ചേരാൻ ശ്രമിക്കുകയും ജൂതന്മാരെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എന്തിനാണെന്നുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ നിയമ വിഭാഗം പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ജൂയിഷ് പീപ്പിളിന്, ഇസ്രയേലിന്, ലോകത്തെ പല രാജ്യങ്ങളുടെയും, ഗാസയിലെയും അതുപോലെ ലബനാനിലെയും അതുപോലെ സിറിയയിലെയും ഒക്കെ സാധാരണക്കാരായ ആളുകളെ കൊന്നു തള്ളുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ലോകത്തെ ഒരേ ഒരു രാഷ്ട്രം എന്ന നിലക്ക് ആ രാജ്യത്തെ വ്യക്തികളെ കൊല്ലുവാനുള്ള ഒരു തോന്നൽ ഉണ്ടായതാണോ എന്താണെന്ന് നമുക്കറിയില്ല. എങ്ങനെ തന്നെ ആയാലും ഏത് രാജ്യത്തും സാധാരണക്കാരായ ആളുണ്ട്. അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവിടെയുള്ള സാധാരണക്കാരായ ജൂതന്മാരായാലും മുസ്ലിമീങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഏത് വിഭാഗക്കാരായാലും അവർ ഉത്തരവാദികളല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത്തരത്തിൽ ഒരു സാധാരണക്കാരെയും ഒരു രാജ്യത്തെയും സാധാരണക്കാരായ ആളുകളെ കൊല്ലുവാൻ തോന്നുക എന്ന് പറയുന്നത് അതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അതാണ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ. അതിനുവേണ്ടിയാണ് ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിന് ഹിസ്ബുള്ളയിൽ ചേരാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹിസ്ബുള്ള ലെബനാനിലും പിന്നീട് സിറിയയിലും പ്രവർത്തിച്ചു വന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ സിറിയയിൽ അവരുടെ പ്രവർത്തനം ഏകദേശം താറുമാറായി എന്ന് വേണമെങ്കിൽ പറയാം. സിറിയയിൽ പുതിയ ഭരണാധികാരി ഈ ജൂലാനി, HTSന്റെ നേതാവ് ജൂലാനി, നമ്മുടെ ഷിയ നേതാവായിരുന്ന ഭരണാധികാരിയായിരുന്ന ബഷാർ അൽ അസദിനെ പുറത്താക്കുകയും പുതിയ ഭരണാധികാരി ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം ഈ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ ഹിസ്ബുള്ളയ്ക്ക് പൊതുവെ അവിടെ സ്ഥാനമില്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. എക്കാലത്തും ഹിസ്ബുള്ളയെ ഈ ബഷാർ അൽ അസദിന്റെ ഭരണകൂടവും അതുപോലെ തന്നെ ഇറാനിയൻ ഭരണകൂടവുമായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതും. അവരുടെ നേതൃത്വത്തിലാണ് ഹിസ്ബുള്ള ഫോം ചെയ്തതും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ലെബനാനിൽ തന്നെ ഷിയാക്കളായിരുന്നു കൂടുതലും ഈ ഹിസ്ബുള്ളയിൽ ഉണ്ടായിരുന്നത്. ഇതൊരു ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പാണെന്ന് അത്തരത്തിൽ നമുക്ക് കൃത്യമായി പറയാവുന്നതാണ്. ഏതായാലും സുന്നികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല. വലിയ വിഭാഗം സുന്നികളായിരുന്നു സിറിയയിലും അതുപോലെ തന്നെ ലബനാനിലും ഒക്കെ ഉണ്ടായിരുന്നതെങ്കിൽ സുന്നികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഹിസ്ബുള്ള എന്നുള്ളത്. അതുപോലെ തന്നെ ഹിസ്ബുള്ള ലബനാനിൽ ഫോം ചെയ്തതിന് ശേഷം അവിടുത്തെ മിലിറ്ററിയേക്കാൾ, ലബനാന്റെ ഔദ്യോഗിക സേനയേക്കാൾ ശക്തിയുള്ള ഒരു സേനയായി ഇന്ന് ആ ഹിസ്ബുള്ള വളർന്നു കഴിഞ്ഞു. ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച വരെ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നെന്നും നമുക്കറിയാവുന്ന വിഷയമാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു അമേരിക്കൻ മുൻ ഉദ്യോഗസ്ഥന് എന്തിനായിരിക്കും ഇങ്ങനെ ജൂതന്മാരെ കൊന്നുതള്ളുവാൻ വേണ്ടി മാത്രം ഹിസ്ബുള്ളയിൽ ചേരണമെന്നും അതുപോലെ തന്നെ ജൂതന്മാരെ കൊന്നൊടുക്കണമെന്നുമുള്ള തീവ്രവാദ ചിന്ത ഉണ്ടായത് എന്ന്, എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ പ്രചോദനം കിട്ടിയത് എന്നൊക്കെയുള്ള വരും ദിവസങ്ങളിലെ വാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം. തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.